അതിലൊരു ചെറിയ പ്രശ്നമുള്ളത് അങ്ങ് പറഞ്ഞ ഒരു ഭാഗം വളരെ കറക്റ്റാണ്. പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്തും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു. പക്ഷെ അങ്ങ് ചെയ്തത് അങ്ങ് ഗ്രീൻ തോട്ട്സ് കേരള എന്നൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു. ആ ബ്ലോഗിലാണ് വി ഡി സതീശൻ, ടി എൻ പ്രതാപൻ, എം വി ശ്രേയംസ്കുമാർ, വി ടി ബൽറാം, കെ എം ഷാജി, കൈബീഡൻ ഇവരെഴുതിയത്. ഇപ്പൊ ഞാനിത് 2 മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിലർ കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണോ? യഥാർത്ഥത്തിൽ ഈ സഭയ്ക്കാകെ അവകാശപ്പെട്ട നേട്ടമാണ്. യഥാർത്ഥത്തിൽ ബഹുമാനായ കാസർഗോഡ് അംഗം ശ്രീ എൻ എ നെല്ലിക്കുന്നിന് അവകാശപ്പെട്ട ഒരു ക്രെഡിറ്റാണ് ടൈംസ് ഓഫ് ഇന്ത്യ എടുത്തു കളഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ സഭയിൽ 1119 പേജുള്ളൊരു മറുപടി കൊടുക്കുകയുണ്ടായി. 1119 പേജുള്ള മറുപടി. ഏപ്രിൽ മാസത്തിലെങ്കിലും ഇൻവെസ്റ്റ് സമ്മിറ്റിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പദ്ധതിയുടെ കല്ലിടാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യവസായ വകുപ്പിനുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിന് മന്ത്രി പി രാജീവ് വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സഭയ്ക്ക് ശേഷമുള്ള സഭ ആയതുകൊണ്ടും സഭാ സെഷൻ ആയതുകൊണ്ടും അതിൽ ആദ്യമായിട്ടാണ് വ്യവസായ വകുപ്പിന് നേരെയുള്ള ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടും അതിനെക്കുറിച്ചായിരുന്നു മിക്കവാറുമുള്ള എല്ലാ MLA-മാരുടെയും ചോദ്യങ്ങൾ. അതിനകത്താണെങ്കിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭരണസമയത്തുണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റിനെ കുറിച്ച് ഒരു വാക്ക് വന്നു. അതിനെതിരായിട്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവടക്കമുള്ളവർ എടുത്ത നിലപാടിനെക്കുറിച്ചും ചർച്ച വന്നു. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സംസ്ഥാനത്ത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ ശ്രമിച്ചു. അതിനെ നല്ല അതിവിദഗ്ധമായിട്ട് ഒരു മറുപടി പി രാജീവ് കൊടുക്കുന്നുണ്ട്. യു.ഡി. സർക്കാരിൻ്റെ സമയത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റ് വന്നതും അത് പിന്നെ വ്യക്തമായ രീതിയിൽ സംസ്ഥാന സർക്കാരിന് സംസ്ഥാനത്തിന് സഹായകരമാകുന്ന രീതിയിൽ മാറാത്തത് എന്തുകൊണ്ട് എന്ന് ചോദ്യമുണ്ട്. അത് ഇടതുപക്ഷമാണ് അതിന് കാരണമെന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ കാരണം അതല്ല. ആ സമയത്ത് UDF-ലുണ്ടായിരുന്ന പടലപ്പിണക്കങ്ങളാണ് എന്ന് തെളിവ് സഹിതമാണ് അവിടെ മന്ത്രി പി രാജീവ് പറയുന്നത്. മാത്രമല്ല CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLA-യുമായ വി ജോയ് കൊടുത്ത ഒരു ചോദ്യത്തിനകത്തൂടെ വ്യക്തമായിട്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കിട്ടൊരു കൊട്ടും അവിടെ പി രാജീവ് കൊടുക്കുന്നുണ്ട്. കേൾക്കേണ്ട വാക്കുകളാണ്, ശ്രദ്ധയാകേണ്ടതാണ്, ചർച്ചയാകേണ്ട വാക്കുകളാണ് മന്ത്രി പി രാജീവ് ഇന്ന് ചോദ്യോത്തരവേളയിൽ സഭയിൽ സംസാരിച്ചത്. മന്ത്രിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയപ്പോൾ, ജിം നടത്തിയപ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ആ വിമർശനങ്ങൾ പറഞ്ഞത് ഈ വരുന്ന പ്രപ്പോസൽസ് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ വെച്ച് അത് പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം പാർട്ടിക്കകത്ത് നിന്ന് ഞാനടക്കമുള്ള അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള അന്നത്തെ MLA-മാർ ഞങ്ങൾ ആ നിർദ്ദേശം വെച്ചു. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ചെയ്തത് ചീഫ് സെക്രട്ടറിയെ, വ്യവസായ വകുപ്പ് മന്ത്രിയോടുകൂടി ആലോചിച്ച് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വരുന്ന പ്രപ്പോസൽസ് പരിശോധിക്കാൻ തീരുമാനിച്ചു. ആ പരിശോധനയുടെ ഭാഗമായിട്ട് 24 പ്രപ്പോസൽസ് വേണ്ട എന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തു. അത് ഞങ്ങളൊക്കെ ആരോഗ്യകരമായ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നടത്തുന്ന ആളുകളാണ്, ഗവൺമെന്റിന്റെ അകത്ത് നടത്തുന്ന ആളുകളാണ്. ആ വിമർശനം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ വ്യവസായ മന്ത്രിയും ആ നടപടി സ്വീകരിച്ച് ചെയ്തത്. ഇപ്പോൾ ആ സ്ക്രീനിങ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പറഞ്ഞത് 500 കോടി രൂപയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നവർ. അപ്പോൾ എഴുതി കൊടുത്തു ആളുകൾ 500 ഫോട്ടോ എടുക്കാൻ വേണ്ടി. ചിലർ 500 എല്ലാം ഫേക്കാണെന്നല്ല ഞാൻ പറയുന്നത്, എഴുതി കൊടുത്തു. അതുപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിങ് ഉണ്ടാകണം എന്നാണ് അന്നത്തെ കാര്യം ആവശ്യപ്പെട്ടതെന്ന് അങ്ങേക്ക് അറിയാലോ. അതിലൊരു ചെറിയ പ്രശ്നമുള്ളത് അങ്ങ് പറഞ്ഞ ഒരു ഭാഗം വളരെ കറക്റ്റാണ്. പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്തും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു. പക്ഷെ അങ്ങ് ചെയ്തത് അങ്ങ് ഗ്രീൻ തോട്ട്സ് കേരള എന്നൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു. ആ ബ്ലോഗിലാണ് വി ഡി സതീശൻ, ടി എൻ പ്രതാപൻ, എം വി ശ്രേയംസ്കുമാർ, വി ടി ബൽറാം, കെ എം ഷാജി, കൈബീഡൻ ഇവരെഴുതിയത്. അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം പാർട്ടിക്കകത്തല്ല, പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സ് വരാൻ നിൽക്കുമ്പോൾ ഭരണകക്ഷിക്കകത്ത് തന്നെ തർക്കമുണ്ട് എന്ന് പ്രതീതി സൃഷ്ടിക്കപ്പെട്ടാൽ ഇൻവെസ്റ്റർമാർക്ക് താല്പര്യം. നിങ്ങൾ അകത്ത് ചർച്ച ചെയ്ത് ഞാൻ പോസിറ്റീവാണ്. അങ്ങ് എടുത്ത നിലപാട് പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്താണെങ്കിൽ ആ നിലപാട് സ്വാഗതാർഹമാണ്. പക്ഷെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കുമ്പോൾ കേരളത്തിലേക്ക് വരാനിരിക്കുന്ന ഇൻവെസ്റ്റർമാർ ചിലപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ വിവാദം പാടില്ല എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു ഭാഗം, നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് സമാപന ചടങ്ങിലുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു ഈ 48 നമ്മുടെ പ്രിപ്പറേറ്ററി മീറ്റിംഗിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലുകളാണ് നല്ലൊരു ഭാഗവും. ബാക്കിയോട് വന്നത് നമ്മൾ ഒരു സംവിധാനം വഴി പരിശോധിക്കുന്നുണ്ട്. ഇത് കൂടാതെ ചീഫ് സെക്രട്ടറി ലെവലിലുള്ള കമ്മിറ്റിയെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭ വിശദമായി പദ്ധതി പൂർണ്ണമായും ചർച്ച ചെയ്ത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാം അതിന് അനുഭവം നോക്കിയിട്ടാ. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അങ്ങൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങളുടെ അനുഭവം എല്ലാം നോക്കിയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭ ചർച്ച ചെയ്തു. അന്നത്തെ മന്ത്രി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള മന്ത്രിയുടെ ഇതുണ്ടായിരുന്നു.
ആ മന്ത്രി എന്നാ പറഞ്ഞിട്ടുണ്ട് ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതല്ല ക്യാബിനറ്റ് ചർച്ച, ഇത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ അത് ചെയ്യുന്നതിരിക്കുന്നതും അതിനും ഇന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊണ്ടു, അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി. ഇപ്പൊ നമ്മളും നിങ്ങളും ഒന്നിച്ചു പോകുന്നു, നല്ല അന്തരീക്ഷമുണ്ട്. ഇതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഭാവി തലമുറയോട് നമുക്ക് നീതി കൊടുത്താൽ കഴിയും. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന്റെ ഭാഗമായി സർക്കാരിന് ലഭിച്ച എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് യഥാസമയത്ത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സാർ, നമുക്ക് അവിടെ കിട്ടിയത് സമാപന സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവും ആ സമാപന സമ്മേളനത്തിലുണ്ടായി, പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടന സമ്മേളനത്തിലുണ്ടായി. 1,52,000 കോടി രൂപയുടെ പ്രപ്പോസൽ EOEകളാണ് അവിടെ വന്നത്. അതിനുശേഷം വന്നത് ഉൾപ്പെടെ 1,65,000 IT കൂടുമ്പോൾ 1,75,000 വരുന്ന EOEകൾ സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി CIA, FICCI, KSSIA, TAI ഇങ്ങനെയുള്ള സംഘടനകളുമായിട്ട് തുടർ പ്രവർത്തനങ്ങൾ ഇന്നലെ തന്നെ രാത്രി അവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുകയുണ്ടായി. അടുത്തത് 14-ാം തീയതി വിവിധ വകുപ്പ് മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരുന്നുണ്ട്. ഇപ്പം നമ്മൾ 7 ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്, 7 ടീം രൂപീകരിച്ചിട്ടുണ്ട്, 7 സെക്ടറായി തിരിച്ച് 12 എക്സ്പെർട്ടുകളെ ഇതിന്റെ ഏകോപനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലെങ്കിലും ഇൻവെസ്റ്റ് സമ്മിറ്റിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പദ്ധതിയുടെ കല്ലിടാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ശ്രീ KP കുഞ്ഞിക്കുട്ടി മാസ്റ്റർ. സർ, സംരംഭക വർഷം പദ്ധതിക്ക് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന ഇന്നവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന അംഗീകാരം നേടിയ വ്യവസായ വകുപ്പിനും വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. സർ, എൻ്റെ ചോദ്യം ഇതാണ്. സംസ്ഥാനത്ത് മികച്ച വ്യാവസായിക അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ടൈംസ് ഓഫ് ഇന്ത്യ കേരളത്തിലെ MSMEകളുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി 1-ാം പേജിൽ കൊടുത്ത വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വാർത്തയുടെ നിജസ്ഥിതി എന്താണ്? സാർ, അത് ടൈംസ് ഓഫ് ഇന്ത്യ 2 ദിവസം ദേശീയ തലത്തിൽ തന്നെ 1-ാം പേജിൽ കേരളത്തിൽ 42,000 സംരംഭങ്ങൾ 9 വർഷത്തിനുള്ളിൽ പൂട്ടി എന്ന് സോഴ്സ് കാണിക്കാതെ വാർത്ത കൊടുക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ബഹുമാനായ കാസർഗോഡ് അംഗം ശ്രീ NA നെല്ലിക്കുന്നിന് അവകാശപ്പെട്ട ഒരു ക്രെഡിറ്റാണ് ടൈംസ് ഓഫ് ഇന്ത്യ എടുത്തു കളഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ സഭയിൽ 1119 പേജുള്ളൊരു മറുപടി കൊടുക്കുകയുണ്ടായി. 1119 പേജുള്ള മറുപടി. ഏത് ജില്ലയിൽ ഏതൊക്കെ പൂട്ടി 9 വർഷത്തിനുള്ളിൽ, അത് ഒഫീഷ്യൽ കണക്കല്ല, നമ്മുടെ ഈ ഇന്റേൺസ് ഓരോ പഞ്ചായത്തിനും പോയി എടുത്ത കണക്കാണ്. അതിലിപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 70-71 തട്ടുകട, മുറുക്കാങ്കട, പെട്ടിക്കട എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് കൊടുത്താണ്. പക്ഷെ ആ സോഴ്സ് വെളിപ്പെടുത്താതെ ഇത് ആകെ അലാമിംഗ് ആണ്. അലാമിംഗ് ആണെന്ന് പറയണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഈ കാലയളവിൽ കൂട്ടണം കൂടുതൽ. 2 ബെഫിന്റെ കണക്കുണ്ട്. ബെഫും സിംഗപ്പൂർ ബിസിനസ് സ്കൂളും ചേർന്ന് നടത്തിയപ്പോൾ 68% MSMEകൾ ലോകത്ത് പ്രതിസന്ധിയിലാണ്. തമിഴ്നാട്ടിൽ ഒറ്റ വർഷം 50,000 MSME പൂട്ടിപ്പോയി. കർണാടകയിൽ ഒറ്റ എസ്റ്റേറ്റിൽ 16,000 MSME പൂട്ടി. പക്ഷെ നമ്മൾ ഈ 42, ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ തുടങ്ങുമ്പോൾ ആദ്യത്തെ വർഷം 10% പൂട്ടും, 30% പൂട്ടും. കേരളത്തിൽ അത് 15-ലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 ലക്ഷം MSME തുടങ്ങിയാൽ തന്നെ 45,000 പൂട്ടിയാൽ നമ്മുടെ കണക്കിൻ്റെ അകത്ത് എത്തിയിട്ടുള്ളൂ. പക്ഷെ ഇത് 9 വർഷത്തെ കണക്ക് ഇവിടെ കൊടുത്തത് എന്താണെന്ന് പോലും പറയാതെ ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നിക്കൊടുത്തു. ഇന്നലെ ഞാൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത കൊടുത്തു, അകത്ത് കൊടുത്തിട്ട് ലേഖന്റെ വിസ്തീർണ്ണമുണ്ട്. വിസ്തീർണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല മുറുക്കാങ്കടയും പെട്ടിക്കടയൊക്കെ തുറന്ന MSMEയുടെ കൂട്ടത്തിൽ പെടുമെങ്കിൽ അത് അടയ്ക്കുമതിലും കൂട്ടിയാൽ കുഴപ്പമുണ്ടോ? ഇത് മാത്രമുള്ള ന്യായീകരണം. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ പത്രക്കാരോടും പറഞ്ഞു, ഈ 9 വർഷത്തിൽ പെട്ടിക്കടയും മുറുക്കാങ്കടയും ഇതിനകത്ത് വന്നില്ല. ഇപ്പൊ നിങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ MSME തന്നെ കഴിഞ്ഞിട്ട് IME കാണും, ഇൻഫോർമൽ മൈക്രോ ഇൻഡസ്ട്രീസ് എന്റർപ്രൈസസ്. അത് ഉൾപ്പെടെ വരുമ്പോൾ 2021 ശേഷം. നമ്മൾ അതിന് മുൻപുള്ള കണക്ക് ഉൾപ്പെടെ ശ്രീ നെല്ലിക്കുന്നല്ലേ ചോദിച്ചത്, അതുകൊണ്ട് വളരെ വിശദമായി തന്നെ കൊടുത്തു. ആ കണക്ക് വയ്ക്കാതെ 1-ാം പേജിൽ ഇന്ത്യയിലാകെ കൊടുത്തു. ഇന്ന് കൊടുത്ത വിസ്തീർണ്ണമാണെങ്കിൽ ലോക്കലായിട്ട് കൊച്ചിയിൽ തന്നെ ഒതുക്കിയിട്ടുണ്ട്. അത് വളരെ ബോധപൂർവമായിട്ടുള്ള രീതിയാണ് ഇന്നലെ തന്നെ തുറന്നു കാണിച്ചു. എന്നാൽ മലയാള മാധ്യമങ്ങളൊന്നും ആ കാര്യം ആ രൂപത്തിലെല്ലാം എടുത്ത് വസ്തുതകൾ മനസ്സിലാക്കി തന്നെയാണ് അവർ നിലപാട് സ്വീകരിച്ചത്. ശ്രീമതി ശാന്തകുമാരി കെ. സർ, നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണല്ലോ നമ്മൾ ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ കേരളം പങ്കെടുക്കുന്നത്. അത് കേരളത്തിന്റെ ഭാവിയിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. തുടർന്നാണ് കേരള ഇൻവെസ്റ്റ്മെന്റ് സബ്മിറ്റ് ഒക്കെ നടത്തി. കേരളത്തിന്റെ ഭാവി വികസന മുന്നേറ്റത്തിൽ ഏതെല്ലാം തരത്തിലുള്ള സംഭാവനകൾ ഈ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന് ശേഷം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്, അത് ഏതൊക്കെയാണെന്ന് പറയാം. സാർ, വേൾഡ് എക്കണോമിക് ഫോറത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ അതിനെ കാണുന്നത് ലോകത്തിലുള്ള ഇൻവെസ്റ്റർമാരെല്ലാവരും കാണാൻ കഴിയുന്ന സിംഗിൾ പോയിന്റ് എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് 3.5 ദിവസം കൊണ്ട് നമ്മൾ 70 മീറ്റിങ്ങുകൾ നടത്തുകയുണ്ടായി.
വെഫിന്റെ ഒരു പരിപാടി ഞാൻ പങ്കെടുത്തു. അതുകൂടാതെ നമ്മുടെ സെക്രട്ടറിമാരും, ചീഫ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, ഇൻഡസ്ട്രി സെക്രട്ടറി, KSIDC MD ഇത്രയും ആളുകളാണ് പങ്കെടുത്തത്. നമ്മൾ ഈ 1-to-1 മീറ്റിംഗ് നമ്മുടെ ചെറിയൊരിതായിരുന്നു. ഇപ്പൊ ചിലർ പറയില്ല നിങ്ങൾ 10 കോടി ചെലവഴിച്ചു എന്നുള്ളത്. നമ്മൾ 7 കോടിയിലധികം യൂണിയൻ ഗവൺമെന്റിന്റെ പവലിനാണ് കൊടുക്കുന്നത്. ആന്ധ്രാപ്രദേശ് ഒരു മാസമായിട്ട് അവിടെ ഒരു ടീമുണ്ട്. അവരൊരു ഹോട്ടലിന് 2 നില മുഴുവൻ എടുത്തേക്കാം. ഒരു കോൺഫറൻസ് കോൾ അവരാണ്. തമിഴ്നാട് അതേപോലെ തന്നെയാണ്. UP ഒരു ഹോട്ടൽ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ചുരുങ്ങിയ ദിവസം ഇന്നുള്ളൂ, പക്ഷേ 70 മീറ്റിംഗുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. ബഹ്റിൻ മന്ത്രിതല സംഘം നമ്മുടെ ഈ നമ്മുടെ പവലിയനിലേക്ക് വന്നു. അവരുമായിട്ട് ആശയവിനിമയം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇൻവെസ്റ്റ് സമ്മിറ്റിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഇൻവിറ്റേഷൻ പ്രകാരം വരികയുണ്ടായി. നമ്മളവിടെ പ്രധാനപ്പെട്ട ലോകോത്തര കമ്പനികളെല്ലാം കാണാൻ കഴിഞ്ഞു. വെഫിനകത്ത് പോയാലുള്ള സൗകര്യം നമുക്ക് എല്ലാവരെയും അവിടെ വെച്ച് തന്നെ ഇൻഫോർമലായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നല്ല ഒരു തുടക്കമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം നമ്മുടെ ഇൻവെസ്റ്റ് സമ്മിറ്റിലുണ്ടായി. ഇൻവെസ്റ്റ് സമ്മിറ്റിൽ വന്നിട്ടുള്ള വെഫിന്റെ പ്രതിനിധികളെയും നമ്മൾ ഈ സമ്മിറ്റിലേക്ക് വിളിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വിളിക്കുകയുണ്ടായി. അപ്പോൾ നല്ലൊരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ശ്രീ NK അക്ബർ. സർ, വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം ലഭ്യമായ സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്ന തുടർ പ്രവർത്തനങ്ങൾ വിശദമാക്കാമോ? സാർ, വെഫിൽ വന്നിരിക്കുന്നതിൽ നമ്മുടെ പദ്ധതിയാണ്. ഇപ്പോൾ 13 മാധ്യമങ്ങൾ ഇത് കാര്യം വേണ്ടത്ര റിപ്പോർട്ട് ചെയ്തില്ല. അവർ 13 പുതിയ ക്ലസ്റ്ററുകളാണ് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്ലസ്റ്റർ കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലി ക്ലസ്റ്ററാണെന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. കേരളം ഈ ഗ്രീൻ എനർജിയിലേക്ക് പോകുന്നു. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലുള്ള ഗ്രീൻ ഹൈഡ്രജൻ വാലി ക്ലസ്റ്ററാണ്. അതിന് മുന്നോടിയായി 2 വർഷമായി നമ്മൾ ചർച്ചകൾ തുടങ്ങിയിട്ട് ബോംബെയിൽ ഏറ്റവും ഒടുവിൽ ചർച്ച നടന്നു. അതിന്റെ കൂടി കൾമിനേഷൻ ആയിട്ടാണ് വെഫിൽ വെച്ച് തന്നെ ഒഫീഷ്യൽ ഡിക്ലറേഷനിൽ കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ഒരു കമ്പനി ഇപ്പോൾ തന്നെ നോൺ പ്രോഫിറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തുടർ നടപടികളുമായിട്ട് പവർ മിനിസ്ട്രി കൂടുതൽ ഇടപെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപനമുണ്ട്. വളരെ നല്ല രീതിയിൽ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ശ്രീ വി ജോയ്. സർ, നമ്മുടെ സംസ്ഥാനം നിക്ഷേപ സൗഹൃദമായി മാറുകയാണ്. ഇവിടെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു ദുഷ്പ്രചരണം നടക്കുന്നുണ്ട്. വ്യവസായം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് എത്ര സമയം കൊണ്ട് ഒരു പുതിയ വ്യവസായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത്? യെസ് മിനിസ്റ്റർ. സാർ, ഇപ്പം ഞാനിത് 2 മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിലർ കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണോ? യഥാർത്ഥത്തിൽ ഈ സഭയ്ക്കാകെ അവകാശപ്പെട്ട നേട്ടമാണ്. കാരണം ഈ നിയമസഭയാണ് പാസ്സാക്കിയത്. 3.5 വർഷം 2 മിനിറ്റും വേണ്ട, ഒരു ലൈസൻസും ഇല്ലാതെ 3 വർഷമായിരുന്നു. 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലായ ലൈസൻസ് എടുത്താൽ മതി എന്നായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് നിയമസഭ പാസ്സാക്കിയത്. ഈ നിയമസഭ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പാസ്സാക്കിയ നിയമമാണ്. 3.5 വർഷം വരെ റെഡ് കാറ്റഗറി പെടാത്ത 50 കോടിക്ക് താഴെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഏത് സ്ഥാപനവും ഒരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കാം. 3.5 വർഷത്തിനുള്ളിൽ ഈ ലൈസൻസുകൾ നേടിയാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ക്രെഡിറ്റാണ്. അതുകൊണ്ട് 2 മിനിറ്റ് എന്നുള്ളതിൽ നമ്മൾ അത്ഭുതം. ഞങ്ങൾ അന്ന് കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് വന്നത് എന്ന് നമ്മൾ ഒന്നിച്ചു പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വരും. ആ മാറ്റം വന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സൂചിപ്പിക്കുക. ശ്രീ അഹമ്മദ് ദേവർകോവിൽ. ഈയിടെ എറണാകുളത്ത് നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ ഏതൊക്കെ കമ്പനികൾ എത്ര കോടി രൂപ കേരളത്തിൽ നിക്ഷേപിക്കുന്നത് തയ്യാറായി എന്ന് വിശദമാക്കാമോ? വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ നിക്ഷേപങ്ങൾ വന്നിട്ടുണ്ടോ? സാർ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഡാഷ്ബോർഡിൽ അടുത്ത ദിവസം കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ 1,75,000 കോടി രൂപയോളമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. അത് നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഫിൽട്ടർ ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പേര് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പൊ ചില അഭിപ്രായം ചിലർ പറയുന്നുണ്ട്. പല സ്റ്റേറ്റുകൾ നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളിവിടെ ഒരു EV കമ്പനി, വളരെ പ്രധാനപ്പെട്ട ലോകോത്തര കമ്പനിയായിട്ട് ചർച്ച ചെയ്ത് അവസാന റൗണ്ട് എത്തിയതാ. പക്ഷേ അത് 10% ലീസ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എത്തിക്കൊണ്ട് വെക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ₹1 കംപ്ലീറ്റ് സ്ഥലം കൊടുത്ത് വേറെ സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ ഈ ഭീതി ഉണ്ടെങ്കിലും നമ്മുടെ നാടായതുകൊണ്ട് ഈ പേരില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ അവൻ ഡാഷ്ബോർഡിൽ പ്രസിദ്ധപ്പെടുത്താമെന്ന് തന്നെയാണ് കാണുന്നത്. വിഴിഞ്ഞം വലിയ പൊട്ടൻഷ്യലാണ് സാർ. ഇന്നലെ ഇവിടെ ബഹുമാനായ തുറമുഖ വകുപ്പ് മന്ത്രിയുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത പോർട്ടായി ഇപ്പം തന്നെ ഇന്നലെ തന്നെ വിഴിഞ്ഞം മാറി എന്നുള്ളത് എല്ലാവർക്കും അഭിമാനകരമാണ്. അത് ഇന്ത്യയുടെ ഗേറ്റ് വേ ആണ്. അതിനാവശ്യമായിട്ടുള്ള മാനുഫാക്ചറിംഗ് സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം അതിന്റെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. വിവിധ ഗ്രൂപ്പുകൾ, ഷറഫ് ഗ്രൂപ്പ്, അദാനി ഗ്രൂപ്പ്, ഇവരെല്ലാം തന്നെ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞത്തുള്ള സാധ്യതകൾ, ഒരു മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരിക, അത് അസംബിൾ ചെയ്യുക, പ്രൊഡക്റ്റായിട്ട് കയറ്റുമതി ചെയ്യുക. ആ ക്ലസ്റ്റർ സിംഗപ്പൂർ മോഡൽ, അതാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഭാഗം. അത്തരം വലിയ നിക്ഷേപ സാധ്യതകൾ വിഴിഞ്ഞം തുറന്നു തരുന്നുണ്ട്.
ചെയ്യാം.